പിന്നെ ഈ നക്കാപ്പച്ച വെച്ച് തങ്കഭസ്മം വാങ്ങി കഴിക്കാൻ പറ്റും? വളരെ കഷ്ടപ്പെട്ട സാറിന് ഈ ജോലി ഞാൻ വാങ്ങിച്ചു തന്ന ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യണം. പബ്ലിക് വന്നു പോകുന്ന സ്ഥലം. കളക്ടർ ഉദ്യോഗമല്ലേ, കഥക്ക് തുറന്നു കൊടുക്കല്ലേ പണി. വിഷമിക്കണ്ട, ഇന്ന് മുതൽ സാറിന്റെ വ്യാഴത്തിലേക്ക് ബുധൻ കയറി വരിക, എല്ലാം നന്നാവും. എന്നെ ബാധിച്ച ബാധയിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നത് ഞാൻ അറിയാം. അതെങ്ങനെ? അല്ല, നീ ഇപ്പൊ പോവാന്ന് പറഞ്ഞില്ലേ? ഒന്ന് ശരി, പോടാ, പോടാ. ബൈ, ഐ വിൽ കോൾ യു. മായ ഒരു നിമിഷം. ബൈ ബേബി. സാർ, നിങ്ങളോ? നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഇതുപോലും തരില്ലായിരുന്നു അല്ലേ? നടന്നൊക്കെ ഞാൻ അറിഞ്ഞു സാർ. നിങ്ങൾ ഈ അവസ്ഥയെ കാണുമ്പോൾ എനിക്ക് സങ്കടമുണ്ട്. ഇതെല്ലാം അഴിച്ചു കളഞ്ഞിട്ടും എന്റെ കൂടെ വന്നേ. എങ്ങനെ നഗ്നനായിട്ട് വരണം? ഇങ്ങനെയൊന്നും സംസാരിക്കല്ലേ സാർ. അത് ശരിയാ, നിന്നോട് ഇങ്ങനെയല്ല സംസാരിക്കേണ്ടത്. പാസ്തയ്ക്ക് ആഗ്രഹിക്കരുതെന്ന് എന്നെ ഉപദേശിച്ചിട്ട് അതേ പാസ്തയായിട്ട് നീ ഇപ്പൊ ചുറ്റിക്കറങ്ങാലടാ. സാർ, നടക്കുന്നതൊന്നും നമ്മുടെ കയ്യിലല്ലല്ലോ, എല്ലാം വിധിയാണ് സാർ. ഞങ്ങൾ രണ്ടുപേരും കോർത്തിണക്കിയത്. കോർത്തിണക്ക എന്താടാ, ചാക്ക് സൂചിയോ? ചുമ്മാ കള്ളം പറയാടാ. കള്ളമല്ല സാർ, സത്യവാ. ഒരു ദിവസം ഞാൻ വീട്ടിൽ തനിച്ചിരിക്കുമ്പോ നിർത്ത്, ഇവിടെ മഴയല്ലേ വന്നത്, വിധി എവിടെയാ വന്നത്? ആ മഴ തന്നെയാണ് സാർ വിധി. 8 മണിക്ക് പെയ്ത മഴ 7:58 പെയ്യായിരുന്നല്ലോ, ഇല്ലെങ്കിൽ 8:02 പെയ്യായിരുന്നു. എന്തിനാണ് സാർ 8 മണിക്ക് അവൾ എന്റെ വീട് ക്രോസ് ചെയ്യുമ്പോൾ തന്നെ പെയ്തത്? ഇത് കാലാവസ്ഥാ നിരീക്ഷകർ മറുപടി പറയേണ്ട കാര്യമാണ്. നീ ബാക്കി പറ. ഹലോ, ഐ എം ശരവണൻ. സിൻസിയറായിട്ട് ജോഗിങ് ചെയ്തോണ്ടിരുന്നപ്പോ മഴ വന്ന് മൂടൗട്ടാക്കി. വെറും കാലോടെയാണോ ജോഗിങ്ങിന് പോകുന്നത്? അത് അക്യൂപഞ്ചർ ജോഗിങ്ങാ. ഈ കാൽപാദത്തിൽ കല്ല് തട്ടിയ ഞരമ്പുകൾക്കൊക്കെ നല്ലതാ. വാ, അകത്തോട്ടിരിക്കാം. ഹലോ, വീട് തുറന്നിരിക്കുന്നുണ്ട്, ഉടനെ അകത്തേക്ക് വിളിക്കാണോ? ആരുടെ വീടാന്ന് പോലും അറിയില്ല. വീട് കണ്ടാ മനസ്സിലായില്ലേ, ഓണർ നല്ലവനായിരിക്കും. ഇപ്പോഴൊന്നും മഴ തോരുന്ന ലക്ഷണമില്ല. വാന്നേ. ഇല്ല, സമയം ഞാൻ പോവാ. അവിടെ നിൽക്കാം. അതേക്കോ. അയ്യോ, ഇത് ആരുടെ ബൈക്കാണോ എന്തോ, അവര് ചീത്ത പറയും. ബൈക്കല്ലേ, ഭാര്യയൊന്നും അല്ലല്ലോ, അത് കുറച്ച് നനയട്ടെ. അതേക്കോ. ഇതിനു മുമ്പ് നിങ്ങളെ ഊട്ടിയിൽ കണ്ടിട്ടേ ഇല്ലല്ലോ. മായ, ഞാൻ ബോട്ടണി സ്റ്റുഡന്റാ. ഒരു പ്രോജക്റ്റിന്റെ കാര്യത്തിന് ഊട്ടിയിലേക്ക് വന്നത്. ശരവണ, ബൈക്കിന്റെ കവർ എടുത്തോണ്ട് എങ്ങോട്ടേ പോന്നേ? ചെടിക്ക് വെള്ളം ഒഴിക്കുമ്പോ ഒരു തുള്ളി വെള്ളം നിന്റെ ബൈക്കിൽ വീണ ഒച്ച വെക്കുന്നതല്ലേ നീ? ഇപ്പൊ നീ ഭാര്യയെ പോലെ സൂക്ഷിക്കുന്ന നിന്റെ ബൈക്കിന്റെ കവറല്ലേ ഊരിക്കൊണ്ട് പോകുന്നത്? അപ്പൊ നിന്റെ ബൈക്ക് നനയില്ലേ? അല്ലേ, ഇതാരാ? ഫ്രണ്ടാമേ. ഫ്രണ്ട് ആണെങ്കിൽ വീട്ടിൽ വിളിച്ചിരുത്തി സംസാരിച്ചൂടെ? അത് ചെയ്യാതെ മഴയിൽ എന്തിനാ അലയുന്നത്? വേഗം വീട്ടിലേക്ക് വാ. അമ്മ പോയാ ഞാൻ വരാം. ഫ്രണ്ടോ? ആദ്യം ഫ്രണ്ടായിട്ട് ഇടപഴകാലോ, അതിനുശേഷം ആദ്യം നമുക്ക് ഇടപഴകാന്നേ. അല്ല, മഴ നനയില്ലേ? മഴ തോർന്നു. ഒന്ന് നിർത്തിക്കേ. ആ ഷീറ്റ് നീല കളറായിരുന്നോ? അയ്യോ, പോലീസ് ബുദ്ധി സമ്മതിച്ചു. എങ്ങനെയാണ് സാർ കണ്ടുപിടിച്ചത്? അളിയ, ഒരു സൂപ്പർ ഓഫർ വന്നിട്ടുണ്ട്. ഒരു പെണ്ണിനെ പൊക്കണം. അഡ്വാൻസ് ആയിട്ട് 25,000 രൂപയാണ് തന്നിരിക്കുന്നത്. പാർട്ടി വെളിയിലുണ്ട്. എന്താ പറയണ്ടേ? നമ്മൾ ആൾക്കാരെ സപ്ലൈ ചെയ്യുന്നവരാ, കൊട്ടേഷൻ പണിക്കാറില്ല. ഈ കാശ് തിരിച്ചു കൊടുക്കുക. അളിയ, പൈസ കുറച്ച് കൂടുതൽ. ശരി. ഓ, തിരിച്ചു കൊടുത്തേക്കാം. നമ്മുടെ MLA യുടെ പിറന്നാളിന് കുറച്ച് ആൾക്കാരെ കൊടുത്തില്ലേ? അതിന്റെ പൈസ വന്നായിരുന്നോ? ഇതുവരെ തന്നിട്ടില്ല. ശരി, 6,000 കൂടെ ചേർത്ത് വാങ്ങി. ശരി, ഹോസ്പിറ്റലിൽ ചെലവായിട്ടുണ്ട്. അങ്ങനെ പറയല്ലേ സർ, പ്ലീസ് സർ. പണം വാങ്ങിച്ചോണ്ട് പോവാൻ നോക്ക്. പറഞ്ഞത് കേട്ടില്ലേ? പോവാൻ നോക്ക്. ഞാനിപ്പോ അതെ. മായ, എവിടേക്കാ പോണേ? ശരവണൻ, നീ എന്താ ഇവിടെ? ഇത് എന്റെ ഓഫീസാ. പറ, എന്താ ചെയ്യണ്ടേ? എന്റെ ഫ്രണ്ട് മാഡി ടീന എന്ന് പേരുള്ള ഒരു പെണ്ണിനെ പ്രേമിക്കുന്നുണ്ട്. എന്നാ അവര് വീട്ടിൽ അറസ്റ്റ് ചെയ്ത് വെച്ചേക്കാണ്. അയ്യോ പാവം. നിങ്ങള് വീടിന്റെ ഫ്രണ്ടില് ഒരു ഗ്രൂപ്പ് ആയിട്ട് വന്നിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാ ഞാൻ പുറകെ കൂടെ വന്ന് ടീനെ വിളിച്ചോണ്ട് പോയി മാഡി ആയിട്ടുള്ള കല്യാണം നടത്തിയേനെ. പക്ഷെ നിങ്ങൾ തനിച്ചായിരിക്കില്ലേ? വേണമെങ്കിൽ ഞാനും കൂടെ വരാം. സോ സ്വീറ്റ്. ഞാൻ പൈസ. അയ്യോ, ഇത് പണത്തിന് വേണ്ടിട്ടല്ല, സ്നേഹത്തിന് വേണ്ടി ചെയ്യുന്നത്. നിങ്ങൾ എന്റെ കൂടെ വന്ന ആരെ പ്രശ്നം ഉണ്ടാക്കുക? മാമനുണ്ടല്ലോ, എന്താ വഴക്കുണ്ടാക്കില്ലേ? നമ്മുടെ ആൾക്കൂട്ടം ഉണ്ടാക്കുന്ന ആൾക്കാർ കൂലിച്ചട്ടമ്പകളല്ലോ. സ്നേഹത്തിന് വേണ്ടി ജീവൻ കൊടുക്കുകയും ചെയ്യാം, ജീവൻ എടുക്കുകയും ചെയ്യാം. എന്റെ പ്രേമത്തിന് വേണ്ടി നീ ജീവൻ കൊടുത്തു.
എന്നാ നീ മറ്റുള്ളവരുടെ ജീവനല്ലേ എടുക്കുന്നത്? സാർ ബാക്കി പറ. എല്ലാരും ഇവിടെ കൂടിയിരിക്കുന്നേ ആരാ നിങ്ങളൊക്കെ? ഹലോ, ലിഫ്റ്റ് ചോദിച്ച പെണ്ണിനെ കാറി കയറ്റി ബലാത്സംഗം ചെയ്ത് ഗർഭിണിയാക്കി നിങ്ങളുടെ മകൻ. എന്തിനാ ഒച്ച വെക്കുന്നത്? ആരാ ഇവിടെ റേപ്പ് ചെയ്തത്? സോപ്പ് വയ്ക്കുന്നവരാ. സോപ്പോ? സോപ്പല്ല, റേപ്പ്. എന്നാ നിക്ക്, അന്യനെ വിളിക്കാം. എടാ വിനോദേ, പയ്യന്മാരെവിടെ വഴക്കുണ്ടാക്കാൻ തുടങ്ങും. പോയാലോ നമുക്ക്? വാ, പോ. അല്ല, ഇത് നിങ്ങളുടെ മോതിരമാണോ? എന്റെ ദൈവമേ, ഇത് മാഡിയുടേതാ. ഇത് കാണിച്ചാലേ ടീന ഇറങ്ങി വരൂ. ഇത് എന്റെ വിരലിൽ ലൂസായിരിക്കും. തൽക്കാലം ഇത് നിന്റെ കയ്യിലിരിക്കട്ടെ. അല്ല ഏട്ടാ, ആരാ ഇവരൊക്കെ? സോപ്പ് വയ്ക്കുന്നവരാ. ചീപ്പാണോ? ചീപ്പോ? റേപ്പാണ്, റേപ്പ്. ഇവിടെ നശിപ്പിച്ചതാരാ? ഓ, അനിയനെ വിളിക്കണോ? എടാ സുരേഷേ, നോ സൗണ്ട്. അവർ നമ്മളെ കണ്ടുപിടിക്കും. ഓക്കേ, കൺട്രോൾ. ഇവനാണ് മൂന്നാമത്തേത്. എന്താ കാര്യം? അല്ലളിയ, അഡ്രസ് കറക്റ്റ് തന്നെയാണോ? അഡ്രസ് കറക്റ്റ് അല്ലേ? മാഡി തന്ന അഡ്രസ് ഇത് തന്നെയാ. അഡ്രസ് കറക്റ്റ്. എന്തെങ്കിലുമൊക്കെ ചോദിച്ചോണ്ടിരിക്കുക. ഞാൻ വന്നപ്പോ തുടങ്ങി ചോദിച്ചോണ്ടിരിക്കുക. അവർക്ക് ആർക്കോട്ട് ചെവിയും കേൾക്കത്തില്ല. ഞങ്ങൾക്ക് ന്യായം വേണം. ഇവിടെ ഒന്ന് നിർത്തിക്കേ. വീട്ടിൽ കയറി ഡൊണേഷൻ ചോദിക്കുന്ന കണ്ടില്ലേ? എന്ത് നോക്കി നിൽക്കുക ഇവിടെ? കൊടുത്ത് അയക്കിവരെ. എന്താ പറഞ്ഞേ? ഡൊണേഷനോ? ഇവിടെ നശിപ്പിച്ചത് ആരാണെന്നാ ചോദിച്ചേ? ഞങ്ങളുടെ വീട്ടിൽ കയറി എന്താ പറയുന്നത്? ഞങ്ങൾ 4 പേരും കഠിന ബ്രഹ്മചാരികളാ. നിന്നെ കാണിച്ചു കേളവൻ ദേഷ്യപ്പെട്ടാണല്ലോ അകത്തേക്ക്. അല്ല, നിങ്ങളല്ലാതെ ഇവിടെ വേറെ ആരും ഇല്ലേ? ഞങ്ങളുടെ ചേച്ചിയുണ്ട്. ചേച്ചിയോ? ടീന എവിടെയാ ഉള്ളത്? മോനെ, നീ ആ മേടിയുടെ ആളാണോ? ഓ, അപ്പൊ കാര്യമൊക്കെ മനസ്സിലായോ? എവിടെ നിങ്ങളുടെ പേരക്കുട്ടി ടീന? ഞാനാണ് ടീന. നിങ്ങളാണോ ടീന? മിസ് യു മേടി. അല്ലളിയ, ടീന എന്ന് പറയുന്നത് അറിയാം. ഫോൺ വെച്ചിട്ട് മിണ്ടായിരിക്കും. ടീന, മായ, വാ നമുക്ക് പെട്ടെന്ന് ഇറങ്ങാം. വാ. പോകാം. എന്താ അന്വേഷിക്കുന്നേ? പൾസറ്റ് എടുത്തിട്ട് വരാം. ഓക്കേ. ജുവൽ സെറ്റോട് ഓടിപ്പോകുന്ന ലവേഴ്സിനെ കണ്ടിട്ടുണ്ട്, പക്ഷെ പല്ല് സെറ്റും കൊണ്ട് ഓടിപ്പോകുന്ന ലവേഴ്സിനെ ഇപ്പോഴാ കാണുന്നത്. ആ പരട്ട കിളവിക്ക് ടീനയെന്ന് പേരോ? മുത്തശ്ശിയെ വഴക്ക് പറയല്ലേ സർ? എന്താ അവരോട് നിനക്ക് ഇത്ര അറ്റാച്ച്മെന്റ്? കാരണമുണ്ട്. കേറ് ടീന. ഇവന്റെ കൂടെ ഞാനോ? മേടിയല്ലാതെ എന്റെ പൊടി ഒരു ടച്ച് ചെയ്യാൻ പാടില്ല. ശരി, നിങ്ങൾ പുറകിലിരുന്നാ മതി. ഞാൻ നടുവിലിരുന്നോളാം. കേറിക്കോ. പോ നമുക്ക്. ആരാടാ നശിപ്പിച്ചെന്ന് പറഞ്ഞത്? നിന്നെ കൊല്ലാതെ വിടില്ലടാ. ഏട്ടാ, അതേ ടീന പോകുന്ന കണ്ടില്ലേ? അയ്യോ. അതെ, മര്യാദക്ക് വണ്ടി നിർത്തിക്കോ, അല്ലെ വെടി വെച്ചുകളെ. അത് നടന്നത് 10-ാം തീയതി 10 മണിക്ക് അൽഫോൺസാമ റൂട്ടിലാണോ? എങ്ങനെയാണ് സർ മനസ്സിലാക്കിയത്? ഇപ്പോഴാടാ കുറേശ്ശെ ഓർമ്മ വരുന്നത്. എന്താണ് സർ? ബാക്കി പറ. ലേറ്റ് മാരേജ് ആണെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് നടന്നല്ലേ? വിധിക്കാൻ നന്ദി പറയുന്നത്. എന്തേ? അതല്ലേ നമ്മളെ ഇടയ്ക്കിടയ്ക്ക് മീറ്റ് ചെയ്യിപ്പിക്കുന്നത്. അത് നമ്മൾ വെച്ച് എന്തോ പ്ലാൻ ചെയ്യുന്നുണ്ട്. തനിക്കത് ഫീൽ ചെയ്യുന്നുണ്ടോ? എനിക്കൊന്നും മായ, അറിയില്ല. വേഗം സ്റ്റിൽ എടുക്കണം. വരാം. അതെ, ഒന്നും പറയാതെ പോവണം. എന്ത് പറയണം? അഡ്രസ്, ഫോൺ നമ്പർ. എന്തിനാ? വീണ്ടും മീറ്റ് വിധി ചെയ്യണമല്ലോ. പ്ലാൻ ചെയ്തിട്ടല്ലേ ഇതൊക്കെ സംഭവിക്കുന്നത്. അടുത്ത പ്രാവശ്യം വിധി പ്ലാൻ ചെയ്യുമ്പോ നമുക്ക് കാണാം. അല്ല, അവളുടെ ബാക്ക് നോക്കിയത് മതി. ഫ്ലാഷ് ബാക്ക് പറഞ്ഞു. ആരാ നിങ്ങള്? ഹലോ, വാട്സപ്പ് കണ്ടില്ലേ? നിന്റെ ആളിപ്പോ എന്റെ കയ്യിലുണ്ട്. അരമണിക്കൂറിനുള്ളിൽ കൊള്ളിമരം താപയിലേക്ക് വന്നില്ലെങ്കിൽ നിന്റെ ലവറിന്റെ കാര്യം പോക്കാം. അതെ, ആരാ ലവർ? നിങ്ങൾ ആർക്കാ ഫോൺ ചെയ്തേ? വേറെ ആരോടാ? മായയോടാ വരാൻ പറഞ്ഞത്. എന്നെ തട്ടിക്കൊണ്ടുപോയ മായ എങ്ങനെ വരാനാ? ഇന്നത്തെ കാലത്തെ പെമ്പിള്ളേർക്ക് സെൽഫോണും ലവറും 2 കണ്ണുകളെ പോലെ. അതില്ലാതെ ജീവിക്കാൻ പറ്റില്ല. ആ, ലോജിക് കറക്റ്റ്. പക്ഷെ ഞാനാണ് മായയുടെ ലവറിനെ എങ്ങനെ കണ്ടുപിടിച്ചേ? ഒരാഴ്ചയായിട്ട് നിങ്ങളെ ഫോളോ ചെയ്തോണ്ടിരിക്കുക. ഞാൻ നേരിട്ട് കണ്ട് കൺഫേം ചെയ്തിട്ടാണ് നിന്നെ പൊക്കിയത്. 10 മിനിറ്റിനുള്ളിൽ കരഞ്ഞോണ്ട് ഓടി വരും. വരൂ അവള്. വന്നാ അവള്.
മോളെ വാ. ടൗണിൽ വെച്ച് നിന്നെ പൊക്കാൻ വയ്യാത്തോണ്ടാ നിന്റെ ലവറിനെ ഇവിടെ പിടിച്ചു വെച്ച് ഓട്ടോമാറ്റിക്കായിട്ട് നിന്നെ വരുത്തിയത്. പിടിച്ചോണ്ട് വാടാ. ചേട്ടാ, ഞാൻ നിങ്ങളോട് വഴക്കുണ്ടാക്കുന്നില്ല. വെറുതെ എന്തിനാ ഞാൻ ചേട്ടനോട് വഴക്കുണ്ടാക്കാൻ വരുന്നില്ലെന്ന് പറഞ്ഞല്ലേ? ഞാനെന്ന് പറഞ്ഞല്ലേ വിധി നമ്മളെ വെച്ച് എന്തോ പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന്. ഞാൻ പറയുന്നൊന്ന് കേക്കട്ടെ. എനിക്ക് നിങ്ങൾ അടിക്കാൻ വയ്യ. എന്നെ മാത്രം എന്താണ് അടിക്കാത്തത്? ചേട്ടാ, അറിഞ്ഞോ അറിയാതെ നിങ്ങൾ എന്റെ ലവിന് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഒരു നന്ദിയാ. എന്റെ മനസ്സ് മാറുന്നതിന് ഇപ്പഴാ മനസ്സിലായത്. ആരാ ഇതൊക്കെ? എന്തിനാ നിങ്ങളെ തട്ടിക്കൊണ്ട് വന്നത്? അത് നാട്ടിലെ ഒരു പ്രശ്നമാ. പിന്നെ പോലീസിൽ കംപ്ലൈന്റ് ചെയ്യാൻ പാടില്ലേ? അയ്യോ, അതൊന്നും വേണ്ട. ഇനി ഒരാഴ്ച കഴിഞ്ഞ കോഴ്സ് കഴിഞ്ഞ് ഞാൻ നാട്ടിലേക്ക് പോകും. ഈ വിഷയങ്ങൾ നാട്ടിലറിഞ്ഞ ഉടനെ എന്നോട് തിരിച്ചു വരാൻ പറഞ്ഞു. നിക്കടാ, അടിക്കാൻ തീരുമാനിച്ചല്ലേ, തുടക്കത്തിന് അടിക്കണ്ടല്ലേ? എന്തിനാ വെയിറ്റ് ചെയ്തത്? ഇതേ ചോദ്യം തന്നെ അവളും ചോദിച്ചത്. ആദ്യം അവര് വന്നപ്പോ തന്നെ അടിച്ച് രക്ഷപ്പെടായിരുന്നില്ലേ? ആദ്യമേ അടിച്ച നിങ്ങൾക്ക് എന്നോട് ലവ് ഉണ്ടോ ഇല്ലെന്ന് അറിയാൻ പറ്റില്ലല്ലോ. ലവ്വോ? ആ, അതുകൊണ്ടല്ലേ നിങ്ങൾ വെപ്രാളപ്പെട്ട് ഓടി അങ്ങനെ വന്നത്. വിചാരിക്കണ്ട, ആരായിരുന്നാലും ഞാൻ ഓടി വന്നേനെ. ബൈ. അതെ, വിധി ചേർക്കണമെന്ന് വിചാരിച്ച ആർക്കും തടുക്കാൻ പറ്റില്ല. അതിന്റെ പണിയാ ഇതൊക്കെ. ഓ, അങ്ങനെയാണോ? നാളെ ലേമറേഡിയനിലേക്ക് വാ. വിധി എന്താ പറയുന്നെന്ന് നമുക്ക് നോക്കാലോ. ലവ് കൺഫേം ആകുന്നതിന് മുമ്പ് ഹോട്ടലിലേക്കൊക്കെ വിളിക്കുന്നുണ്ടല്ലോ. അവൾ ആള് കില്ലാടിയാണെന്നാ തോന്നുന്നത്. അയ്യോ, അവൾ അതിനല്ല സാർ വിളിച്ചത്. എന്തിനാ വിളിച്ചത്? I'll call you. Okay? Bye. എന്താ ഇത്? വരാൻ പറഞ്ഞിട്ട് ഒന്നും മിണ്ടാതിരിക്കുകയാണല്ലോ. വിധിയാണെന്നല്ലേ പറയാറ്. വിധി പ്രകാരം നമുക്ക് ചേർച്ചയുണ്ടോ ഇല്ലയോന്നൊന്ന് ചെക്ക് ചെയ്തേക്കാം. ചെക്ക് ചെയ്യാനോ? എങ്ങനെ? ഈ ഹോട്ടലില് മൊത്തം 29 ഫ്ലോർ ഉണ്ട്. ഇപ്പൊ നമുക്ക് 2 പേർക്കും ഓരോരോ ലിഫ്റ്റിലേക്ക് കയറാം. നിങ്ങൾ ഏതെങ്കിലും ഒരു ഫ്ലോർ ചൂസ് ചെയ്യണം, ഞാനും ഏതെങ്കിലും ഒരു ഫ്ലോർ ചൂസ് ചെയ്യാം. നമ്മൾ 2 പേരും ഒരേ ഫ്ലോറിൽ ഇറങ്ങി മീറ്റ് ചെയ്താൽ നമ്മൾ ഒന്നിക്കണം എന്നുള്ളത് വിധിയാണെന്ന് ഞാൻ വിശ്വസിക്കാം. അതൊക്കെ എങ്ങനെയാ? വിധി ചേർക്കണോന്ന് വിചാരിച്ച ആരെ കൊണ്ടും തടുക്കാൻ പറ്റില്ലല്ലോ. ലിഫ്റ്റ് കയറാം, വാ. അതെ അതെ, ഒരുപക്ഷെ നമ്മൾ ഒരേ ഫ്ലോറിൽ മീറ്റ് ചെയ്തില്ലെങ്കിലോ? അറിയില്ല. പിന്നെ ഒരിക്കലും നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റാത്ത പോലെ ആവും. അതുകൊണ്ട് ഈ പരീക്ഷണത്തിന് മുന്നേ നമുക്ക് രണ്ടുപേർക്കും കൂടി ഒരു കോഫി കുടിക്കാമോ? നിക്ക്, പ്രേമിച്ചു തുടങ്ങിയതിന് ശേഷം ആരാടാ കോഫി കുടിക്കാൻ പോകുന്നത്? പ്രേമിക്കുന്നതിന് മുമ്പ് ആരെങ്കിലും കോഫി കുടിക്കാൻ പോവാടാ? മുഴുവൻ കേക്ക് സർ.
അതെങ്ങനെയാടാ വിധി നിന്റെ ജീവിതത്തിൽ മാത്രം സൂപ്പറായിട്ട് വയലിൻ വായിക്കുന്നത്? ഇപ്രാവശ്യം കളിച്ചത് വിധിയല്ല സർ, എന്റെ ബുദ്ധിയാ. ബുദ്ധിയോ? ആ, എന്റെ ആളുകളെ വെച്ച് ഹോട്ടലിലെ CCTV ക്യാമറയിലൂടെ മായ ഏത് ബട്ടണിലാണ് പ്രസ് ചെയ്തതെന്ന് കേട്ട് മനസ്സിലാക്കി. ഇക്കാര്യം കൂടെയുള്ളവർക്ക് കൺവേ ചെയ്യാൻ വേണ്ടിട്ടാ കോഫി ബ്രേക്ക്. എന്തോ ഒന്ന് മിസ്സാവുന്നുണ്ടല്ലോ. ഒന്നുമില്ലല്ലോ. അല്ല, നിങ്ങൾ ഇങ്ങനെ നടന്ന് അടുത്ത് വരുമ്പോ ആ ഗ്യാപ്പിൽ എന്തോ സംഭവിച്ചല്ലോ. അതെ സാർ, ഞങ്ങൾ അടുത്തുകൊണ്ടിരുന്നപ്പോ തടസ്സം നിന്ന ആ ഡസ്റ്റ്ബിന്നിനെ ഞാൻ ചവിട്ടി എറിഞ്ഞു. ഞങ്ങളുടെ ലവ് ആ നാട് മുഴുവൻ പടക്കം പൊട്ടിച്ച് ആഘോഷിച്ചു. പൊട്ടിത്തെറിച്ചത് പടക്കമല്ലോടാ, ഞങ്ങളുടെ പോലീസ് സ്റ്റേഷനാ. ബാക്കി പറ. ഇതിനു ശേഷം